NSA Jewelry, Gold, Diamond, Silver, opposite KRK കല്യാണ മണ്ഡപം, പട്ടിക്കര, പാലക്കാട്. കരിമ്പനകളുടെയും പുഞ്ചപ്പാടങ്ങളുടെയും നാടായ പാലക്കാടിന്റെ തിലകക്കുറിയായി NSA Jewelry. മൊബൈൽ 9037794367 94470 40615 98470 40616. ഞാൻ മായ. N4 ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. മഹിളാ കോൺഗ്രസ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം പീപ്പിൾ ബസാറിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം സപ്ലൈകോ പീപ്പിൾ ബസാർ ഉപരോധിച്ചു. ഉപരോധ സമരം DCC സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലത്ത് മാത്രമല്ല കേരളത്തിലെ എല്ലായിടത്തും സപ്ലൈകോയിൽ ആവശ്യ സാധനങ്ങൾ ലഭ്യമല്ലെന്നും ഉടനെ ഈ പ്രശ്നം പരിഹരിക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KG ഗിരിജ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NK ജയരാജൻ, മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നലകത്ത്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജിനി വിനോജ്, ജില്ലാ ഭാരവാഹികളായ PP പാഞ്ചാലി, KV പാർവതി, PJ ശൈലജ, രമ രവീന്ദ്രൻ, സജിത സന്തോഷ്, നഗരസഭാ കൗൺസിലർ PT രാധ, ശൈലജ സോമൻ, K ബിന്ദു, വസന്ത ബാലൻ, K ഭാഗ്യലത, നേതാക്കളായ N വിജയകുമാർ, P ദാവൂദ്, CK രാധാകൃഷ്ണ മേനോൻ, P സോമൻ, PG ഗോവിന്ദരാജ് തുടങ്ങിയവർ സംസാരിച്ചു. കോറ വാർഷിക പൊതുയോഗം ചേർന്നു. കോറയുടെ 13ാമത് വാർഷിക പൊതുയോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. ഒറ്റപ്പാലം ഹൗസിംഗ് ബോർഡ് സൊസൈറ്റി ഹാളിൽ നടന്ന പരിപാടി ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. പോളി ഗാർഡനിലേക്ക് നമ്മൾ ഒന്ന് പോയി കാണേണ്ടത്, അതായത് പാവപ്പെട്ട വയ്യാത്ത ആളുകൾ അവരെ നമ്മളൊന്ന് പോയി കണ്ടാലാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ എന്താണെന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ശുചിത്വമായി ബന്ധപ്പെട്ടത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ട്രഞ്ചിങ് ഗ്രൗണ്ട് ഒന്ന് കാണും. ഇതാണ് നമ്മുടെ അസോസിയേഷനിലെ ആളുകൾ ടൂറുകൊണ്ട് ആദ്യം കാണേണ്ടതെന്ന് പറഞ്ഞു. എൻ്റെ വാർഡ് തന്നെയാണ് ജവഹർലാൽ അസോസിയേഷൻ. T വേണുഗോപാൽ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ TK ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി T വേണുഗോപാൽ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ K ജയബാലൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. തുടർന്ന് ബൈലോ വിശദീകരണവും ഇതര വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും നടന്നു. വൈസ് പ്രസിഡന്റ് E സുകുമാരൻ, ജോയിന്റ് സെക്രട്ടറി K കരുണാകരൻ, SM നമ്പൂതിരിപ്പാട്, VA വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ഷൊർണൂർ മുതലിയാർ തെരുവ് മാരിയമ്മൻ ക്ഷേത്രത്തിൽ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ചു. ഇനി ഒരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ
9656444458 9656444457. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. വാർത്തകൾ തുടരുന്നു. മലമ്പുഴയിൽ പുഷ്പമേളയ്ക്ക് തുടക്കമായി. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും ജലസേചന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ മലമ്പുഴ ഉദ്യാനത്തിൽ സംഘടിപ്പിക്കുന്ന പൂക്കാലം ഫ്ലവർ ഷോ 2024 ആരംഭിച്ചു. എ. പ്രഭാകരൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലമ്പുഴയിൽ വികസനത്തിനും ഉദ്യാന നവീകരണ പ്രവർത്തനങ്ങൾക്കുമായി 10 കോടി അനുവദിച്ചതായി MLA പറഞ്ഞു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴ ഡാമിന്റെയും ഉദ്യാനത്തിന്റെയും പഴയ പ്രതാപം തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കമാണ് പുഷ്പമേള. മലമ്പുഴ ഉദ്യാനത്തിൽ അന്താരാഷ്ട്ര രീതിയിലുള്ള ശുചിമുറി പണിയുന്നതിനായി 1.35 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 44 കോടി രൂപ ചെലവിൽ മലമ്പുഴ റിംഗ് റോഡിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും MLA പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബീനുമോൾ അധ്യക്ഷയായ പരിപാടിയിൽ മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ, ജില്ലാ കളക്ടറും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ചെയർമാനുമായ ഡോക്ടർ ചിത്ര, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തോമസ് വാഴപ്പള്ളി, അസിസ്റ്റന്റ് കളക്ടർ OV ആൽഫ്രഡ്, മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് അംഗം ഹേമലത, ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ S. അനിൽകുമാർ, DTPC സെക്രട്ടറി ഡോക്ടർ SV സിൽബർട്ട് ജോസ്, മലമ്പുഴ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ G. മോഹൻ, ക്യൂറേറ്റർ പത്മജ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചു. സെന്റർ പ്രവർത്തനം പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി NR ഗീത അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് കാസിം, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു, വിവിധ വാർഡ് മെമ്പർമാർ, ജീവനക്കാർ മുതലായവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്തിലെ ഫ്രണ്ട് ഓഫീസിനോട് ചേർന്നാണ് സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തിക്കുന്നത്. പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ, വിവരങ്ങൾ, സഹായങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിനായി ഒപ്പമുണ്ട് ഉറപ്പാണെന്ന പേരിലാണ് സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചിരിക്കുന്നത്. സർക്കാർ ഓഫീസുകൾ, ഏജൻസികൾ, ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള വിവിധ സേവനങ്ങൾ സംബന്ധിച്ച വിവരം സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്ററിൽ നിന്നും അറിയാൻ കഴിയും. ഭാവിയിൽ സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്ററിനെ സമ്പൂർണ്ണ വിവരവിനിമയ സഹായ കേന്ദ്രമായി മാറ്റാനാണ് ലക്ഷ്യം. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ സ്നേഹാരാമങ്ങൾ ഒരുക്കും. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ 500ഓളം സ്നേഹ ആരാമങ്ങൾ ഒരുക്കാൻ ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ് ഉപസമിതി യോഗത്തിൽ തീരുമാനം. ജില്ലയിലെ വിവിധ NSS, SPC, NCC യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് 200ഓളം സ്നേഹ ആരാമങ്ങൾ ഒരുക്കുക. ബാക്കി അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നിർമ്മിക്കും. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ വൃത്തിയാക്കിയ സ്ഥലങ്ങളിലാണ് സ്നേഹ ആരാമങ്ങൾ സജ്ജമാക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, NSS, SPC, NCC യൂണിറ്റുകൾക്ക് സ്നേഹാരാമത്തിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി നൽകും. എല്ലാ NSS, SPC, NCC യൂണിറ്റുകളും നവംബറിൽ ഓരോ സ്നേഹാരാമം നിർമ്മിക്കണമെന്നും ഇതിനായി ഹരിതകർമ്മസേനയുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും സഹകരണവും ഉപയോഗപ്പെടുത്താമെന്നും യോഗം നിർദ്ദേശിച്ചു. സ്നേഹാരാമത്തിൽ ചിത്രങ്ങളും ഇരിപ്പിടങ്ങളും ബോർഡുകളും ഒരുക്കാനും യോഗം നിർദ്ദേശം നൽകി. DRDA ഹാളിൽ നടന്ന ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ് ഉപസമിതി യോഗത്തിൽ ജോയിന്റ് ഡയറക്ടർ V. പ്രദീപ് കുമാർ, കില ജില്ലാ ഫെസിലിറ്റേറ്റർ ഗോപാലകൃഷ്ണൻ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ TG അഭിജിത്ത്, നവകേരളം കർമ്മപദ്ധതി 2 ജില്ലാ കോർഡിനേറ്റർ P. സെയ്തലവി, ക്യാമ്പയിൻ അംഗങ്ങൾ, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലയിലെ വിവിധ NSS പ്രോഗ്രാം ഉദ്യോഗസ്ഥർ, SPC കോർഡിനേറ്റർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒറ്റപ്പാലം നഗരസഭയിൽ ഒപ്പം ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കൂടെയുണ്ട് കരുതലോടെ എന്ന ആപ്തവാക്യത്തോടുകൂടി സംസ്ഥാന കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ നഗരസഭാ തലത്തിൽ നടപ്പിലാക്കുന്ന ഒപ്പം ക്യാമ്പയിനിന്റെ ഒറ്റപ്പാലം നഗരസഭാതല ഉദ്ഘാടനവും PMAY ലൈഫ് 1, 2, 3 DPRകളിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ യോഗവും ഒറ്റപ്പാലം നഗരസഭ കോൺഫറൻസ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി നിർവഹിച്ചു. എല്ലാ ആളുകളും എത്തിയിട്ടില്ല. അപ്പോൾ ആളുകളിലേക്ക് നമുക്ക് ആ വിവരങ്ങൾ ഇനിയും എത്തിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം, അതേപോലെ തന്നെ അവർക്ക് തൊഴിൽ, നമ്മുടെ ഇൻഡസ്ട്രിയൽ ഓഫീസറുകളുണ്ട്, അവരോടനുബന്ധിച്ച് നമുക്ക് തൊഴിലുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, തൊഴിലുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മുൻഗണന കൊടുക്കേണ്ടിയിരിക്കുന്നു. അവർ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. സ്വയം തൊഴിലുകൾ നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മൾ 1 ലക്ഷം രൂപ ലോണുണ്ട്, 50,000 രൂപ നമുക്ക് സബ്സിഡിയാണ് സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിന് അപേക്ഷ കൊടുക്കാവുന്നത് എല്ലാ വാട്സപ്പുകളും നമ്മൾ പറഞ്ഞില്ലായിരുന്നു, അപേക്ഷ വാങ്ങിയില്ലായിരുന്നു. അതേപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മുന്നിൽ ഒരുപാട് പദ്ധതികളുണ്ട്. ഈ PMAY ഗുണഭോക്താക്കൾക്ക് അതിൽ എന്തായാലും ആ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ തരിച്ചു കിടക്കുന്ന കൃഷി നമുക്ക് കൃഷിയെടുത്ത് ചെയ്യാം.
വൈസ് ചെയർമാൻ കെ രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ നാസർ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രൂപ ഉണ്ണി തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. PMAY ലൈഫ് പദ്ധതികളിലെ ഗുണഭോക്തൃ കുടുംബങ്ങൾ, ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ, നഗരങ്ങളിലെ അതിദരിദ്രർ എന്നിവർക്ക് സംരംഭകത്വവും തൊഴിലും ലഭ്യമാക്കിക്കൊണ്ട് അവരെ സാമൂഹ്യ പുരോഗതി കൈവരിക്കാൻ സഹായിക്കുക എന്നതാണ് പ്രധാനമായും ക്യാമ്പയിൻ പ്രവൃത്തികളിലൂടെ ലക്ഷ്യമിടുന്നത്. PMAY ഗുണഭോക്താക്കളായി തെരഞ്ഞെടുക്കുകയും വീട് പ്രവൃത്തി ആരംഭിക്കുകയും ഏതാണ്ട് 10 ആളുകൾ വീട് പണി പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ തുടർന്നുള്ള അവരുടെ കാര്യങ്ങളിൽ അവർക്ക് ജോലി ആവശ്യമാണെങ്കിൽ അത്തരം കാര്യങ്ങളിൽ എന്തെല്ലാമാണോ ആ PMAY ഗുണഭോക്താവിന് ആവശ്യമായി വരുന്നത് ആ കാര്യങ്ങളിൽ അവരോടൊപ്പം നിൽക്കുക, അവർക്ക് ആ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനും അത് നടപ്പാക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് അവരോടൊപ്പം നിന്നുകൊണ്ട് പരിഹാരം കണ്ടെത്തുക എന്നതാണ് ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒറ്റപ്പാലം നഗരസഭ PMAY ഗുണഭോക്താക്കളുടെ കാര്യത്തിൽ നേരത്തെ തന്നെ അവരോടൊപ്പം ഒറ്റപ്പാലം നഗരസഭയുണ്ട്. തുടർന്ന് സർക്കാർ തീരുമാനിക്കപ്പെട്ട ഈ പ്രവർത്തനങ്ങളിൽ ഒറ്റപ്പാലം നഗരസഭ നിങ്ങളോടൊപ്പം ഉണ്ട്. നമുക്ക് തുടർന്നും ഇത്തരം പരിപാടികളുമായി മുന്നോട്ട് പോകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. NSA ജ്വല്ലറി, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ഓപ്പോസിറ്റ് KRK കല്യാണ മണ്ഡപം, പട്ടിക്കര, പാലക്കാട്. കരിമ്പനകളുടെയും പുഞ്ചപ്പാടങ്ങളുടെയും നാടായ പാലക്കാടിന്റെ തിലകക്കുറിയായി NSA ജ്വല്ലറി. മൊബൈൽ 903779 943671, 94470 40615, 98470 40616. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. ശ്രദ്ധേയമായി മണ്ണൂർ EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റി. സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾക്ക് വേറിട്ട കാൽവയ്പുമായി മണ്ണൂരിൽ പ്രവർത്തിക്കുന്ന EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റി. KC ബാലകൃഷ്ണൻ സാന്ത്വന പരിചരണ കേന്ദ്രം ചെയർമാൻ അഡ്വക്കേറ്റ് PA ഗോകുൽദാസിന്റെ നേതൃത്വത്തിലാണ് മണ്ണൂരിലെ സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കിടപ്പ് രോഗികൾക്കും നിരാലംബരായ വയോജനങ്ങൾക്കും താങ്ങും തണലുമായി വീടുകളിൽ കയറി മെച്ചപ്പെട്ട പരിചരണം ഉറപ്പുവരുത്തുക എന്നതാണ് പ്രഥമ ലക്ഷ്യം. വാർദ്ധക്യം പരിഹസിക്കപ്പെടേണ്ടതല്ല എന്നും ആവോളം സ്നേഹവും പരിഗണനയും നൽകി സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും നൽകുക എന്നത് തന്നെയാണ് EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റി ഹോം കെയർ പരിചരണ പ്രവർത്തനങ്ങളുടെ മുഖമുദ്ര. ഇടറാതിരിക്കാൻ ചേർത്തണയ്ക്കാമെന്ന ആപ്തവാക്യവുമായാണ് സന്നദ്ധ പ്രവർത്തന രംഗത്ത് സജ്ജമാവുന്നത്. മണ്ണൂരിലെ EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കിടപ്പിലായ രോഗികൾക്ക് വീടുകളിൽ ചെന്ന് മെച്ചപ്പെട്ട പരിചരണവും നൽകി വരുന്നു. മുണ്ടൂരിലും പരിസര പ്രദേശങ്ങളിലും സജീവ സാന്നിധ്യമായ KC ബാലകൃഷ്ണൻ സ്മാരക സാന്ത്വന പരിചരണ കേന്ദ്രം ചെയർമാൻ അഡ്വക്കേറ്റ് PA ഗോകുൽദാസ് ആണ് പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചത്.
2021 മാർച്ച് 12 കേരള നിയമസഭാ സ്പീക്കറായിരുന്ന MP രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ച നാൾ മുതൽ മണ്ണൂരിലെ സാധാരണ ജനങ്ങൾക്ക് അത്താണിയും ആശ്രയവുമാണ് EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റി. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിൽ പൊതുകിണർ നാടിന് സമർപ്പിച്ചു. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് അകലൂർ 10ാം വാർഡ് ലക്ഷം വീട് കോളനിയിലെ പുനരുദ്ധാരണം ചെയ്ത കിണർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അത് വഴിയായാലും ശരി, വെള്ളമായാലും കറണ്ടായാലും ഏതായാലും അത് പൂർണ്ണമായിട്ട് നമുക്ക് പരിഹരിക്കണം പ്രശ്നങ്ങളെല്ലാം. ഇത് അനിയത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അപ്പം അനിയട്ടൻ പറയുന്ന കൂട്ടത്തിൽ പറയും, ഇപ്പോൾ നമ്മുടെ ഭരണം നമ്മുടേതാണ്, ജില്ലാ പഞ്ചായത്ത് നമ്മുടെയാണ്, ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെയാണ്, ഗ്രാമപഞ്ചായത്ത് നമ്മുടെയാണ്. അപ്പോൾ ഇത്രയും അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം വേറെ ഉണ്ടാവില്ല. ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ വേറെ, പഞ്ചായത്ത് ഭരണം വേറെ, അങ്ങനെയായാൽ ഒരു വികസനവും നടക്കില്ല. അതാണ് കഴിഞ്ഞ കാലത്ത് നമ്മുടെ അനുഭവത്തിലുള്ളത്. അപ്പോൾ എല്ലാം ഒന്നായി. ദീർഘകാലമായി ഉപയോഗശൂന്യമായിരുന്ന കിണർ പുനരുദ്ധാരണം ചെയ്തതിലൂടെ 21 കുടുംബങ്ങൾക്കാണ് സഹായകരമാവുന്നത്. PK പ്രമോദ്, PS ഷാജഹാൻ, മുഹമ്മദ്, റിസ്വാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പുതുശ്ശേരി സ്വദേശി രാധയ്ക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചു. നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം പുതുശ്ശേരി സ്വദേശിനി രാധയ്ക്ക് ഇന്ത്യൻ പൗരത്വമായി. ജില്ലാ കളക്ടറുടെ ചേംബറിൽ ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറി. 1988 രാധ ഇന്ത്യൻ പൗരത്വത്തിനായി അപേക്ഷ നൽകിയത്. ജോലിക്കായി മലേഷ്യയിൽ താമസമാക്കിയ രാധയുടെ അച്ഛനും അമ്മയ്ക്കും 1964 രാധ ജനിക്കുന്നത്. ജനനശേഷം അമ്മയും കുഞ്ഞും സ്വന്തം നാടായ പാലക്കാട് പത്രിപ്പാലയിലേക്ക് തിരിച്ചെത്തി. സ്കൂൾ വിദ്യാഭ്യാസം പത്രിപ്പാലയിൽ ആരംഭിച്ചു. പത്രിപ്പാല സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് പൂർത്തിയാക്കിയ ശേഷം 1980 രാധ മലേഷ്യയിലേക്ക് പോയി. 1981 തിരിച്ചെത്തി. കഞ്ചിക്കോട് പ്രീകോട്ട് മിൽ തൊഴിലാളിയായ പുതുശ്ശേരി കല്ലങ്കണ്ടത്ത് രാധാകൃഷ്ണനുമായുള്ള വിവാഹശേഷം പുതുശ്ശേരിയിലാണ് താമസിച്ചു വരുന്നത്. 58 വർഷം തുടർച്ചയായി ഇന്ത്യയിൽ ജീവിച്ച രാധ ഇന്ത്യൻ പൗരത്വ സർട്ടിഫിക്കറ്റ് ലഭിച്ച സന്തോഷത്തിലാണ് കളക്ടറേറ്റിൽ നിന്ന് മടങ്ങിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.